അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ അഖീദ പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ്. അപ്പോൾ ചോദ്യോത്തരമാണ്. ഒന്നാമത്തത്, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഏത്? ഇസ്ലാം. 2, മുസ്ലിമുകൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? 5 നേരം നിസ്കരിക്കുന്നു. 3, അവർക്ക് അവൻ സ്വർഗം നൽകും. ആർക്ക്? മുസ്ലിമുകൾക്ക്. ആരാണ് മുസ്ലിമുകൾ? ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിമുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. നാം എല്ലാവരും മനുഷ്യരാണ്. നമ്മെ പഠിച്ചത് അള്ളാഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. മുതലിൻ്റെ സകാത്ത് കൊടുക്കും. റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. നമുക്ക് എഴുതാനും വായിക്കാനും. മനുഷ്യർ ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം മുസ്ലിമുകൾ. അപ്പോൾ ഇതെല്ലാം കാണാതെ എഴുതാനും പഠിക്കണം, വായിക്കാനും പഠിക്കണം. അപ്പോൾ അടുത്തത് 2ാം പാഠം. അൽ ഈമാനു, ഈമാനിനെ കുറിച്ചാണ്. മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. 2, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു. അവയ്ക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. 3, ഈമാൻ കാര്യങ്ങൾ എത്ര? ഈമാൻ കാര്യങ്ങൾ 6 ഈമാൻ കാര്യങ്ങൾ കാണാതെ പഠിക്കാം. അള്ളാഹുവിൽ വിശ്വസിക്കുക. 2, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4, അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. അത് നിങ്ങൾ പാടിയിട്ട് കാണാതെ എഴുതാനും വായിക്കാനും പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും നിങ്ങളെ ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഡാഷ് കൊടുത്തിട്ട് എഴുതാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ഈ പാട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് പാട്ട് എന്തായാലും വരുന്നതാണ്. അപ്പോൾ പാട്ട് നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കേണ്ടതാണ്. അത് പഠിച്ചിട്ട് വെക്കേണ്ടതാണ്. അത് എഴുതാനും പഠിക്കണം നിങ്ങൾ. അടുത്ത പാഠം അള്ളാഹു എന്ന പാഠത്തെ വിശദീകരിച്ച് പറയാനാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് നേരെ കടക്കാം. അടുത്തത് അള്ളാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൻ്റെ അർത്ഥം എഴുതുക. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ ആരാധൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അള്ളാഹു തആല ഒരുവനാണ്. അവന് കൂട്ടുകാരില്ല. അവൻ സർവശക്തനാണ്. എല്ലാം പടച്ചത് അവനാണ്. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹുവാണ്. അതെല്ലാം കാണാതെ പഠിക്കണം. അടുത്തത് അൽഹംദുലില്ലാ. എന്ത് ലഭിച്ചിട്ടാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടാകുന്നത്? മഴ ലഭിച്ചിട്ട്. അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് എപ്പോഴാണ്? എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണം. മഴ പെയ്തപ്പോൾ യൂനുസും സുബൈറും എന്താണ് ചെയ്തത്? രണ്ടാളും വീടിൻ്റെ വരാന്തയിൽ കയറി. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ചോദ്യം ഉത്തരവും. അപ്പോൾ അത് നിങ്ങൾ ക്ലിയറായി പഠിക്കണം. അടുത്തത് അൽ മലായിക്കത്തു. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്? പ്രകാശത്താൽ. പ്രധാനികളായ മലക്കുകൾ എത്ര? 10. മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക്? അള്ളാഹുവിന്. മലക്കുകൾ എപ്പോഴും എന്തു ചെയ്യുകയാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ സവിശേഷതകൾ എഴുതുക. അവർക്ക് തീറ്റയും കുടിയുമില്ല. ഉറക്കം ക്ഷീണമില്ല. സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അപ്പോൾ മലക്കുകൾ സ്ത്രീകളോ അല്ല, പുരുഷന്മാരല്ല. അവർക്ക് ക്ഷീണവും ഉറക്കവും അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് മനുഷ്യർക്കെങ്കിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ മനുഷ്യർ സ്ത്രീകളെങ്കിൽ സ്ത്രീകളാണ്, പുരുഷനാണ്. മലക്കുകളാ സ്ത്രീകളും പുരുഷന്മാരും അല്ല. അടുത്തത് പാഠത്തിലേക്ക് പോകാം. പാടല്ല. അടുത്തത് മലക്കുകളുടെ എണ്ണം. മലക്കുകളുടെ 10 മലക്കുകളുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നിങ്ങൾ നോക്കാം. പ്രധാനികളായ 10 മലക്കുകൾ:
ഒന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം, 2 മീകായിൽ അലൈഹി ഇസ്ലാം, 3 ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം, 4 അസ്രായീൽ അലൈഹി ഇസ്ലാം, 5 മുൻകർ അലൈഹി ഇസ്ലാം, 6 നക്കീർ അലൈഹി ഇസ്ലാം, 7 റക്കീബ് അലൈഹി ഇസ്ലാം, 8 അതീദ് അലൈഹി ഇസ്ലാം, 9 മാലിക് അലൈഹി ഇസ്ലാം, 10 റിദ്വാൻ അലൈഹി ഇസ്ലാം. അടുത്ത പാട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടും നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. ഈ പാട്ടല്ലെങ്കിൽ ആദ്യം കാണിച്ച പാട്ട് എന്തായെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ 10 മലക്കിൻ്റെ പേര് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. അത് പരീക്ഷയ്ക്ക് വരും. അതിൽ 2, 3 എഴുതാൻ നിങ്ങൾക്ക് വരും. അടുത്തത് അൽ കിതാബ്. നമ്മുടെ കിതാബിൻ്റെ പേര് എന്ത്? നമ്മുടെ കിതാബിൻ്റെ പേരെന്ത്? ഖുർആൻ. കിതാബുകൾ ഏതെല്ലാം കിതാബുകൾ? 4 കിതാബുകൾ. 1 തൗറാത്ത്, 2 ഇഞ്ചീൽ, 3 സബൂർ, 4 ഖുർആൻ. അടുത്തത് കിതാബുകൾ നൽകപ്പെട്ട നബിമാർ ആരെല്ലാം? മൂസ നബി അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം. ജീവികളിൽ ഉത്കൃഷ്ടരാണ് അവർ ആര്? ജീവികൾ ഉത്കൃഷ്ടരാണ് ആര്? മനുഷ്യർ. അപ്പോൾ അടുത്ത പാട്ട് തന്നെയാണ്. ഈ പാട്ടും നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ്. ആ പാട്ട് നിങ്ങൾ എന്തായാലും വെച്ചേക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പാട്ട് എന്തായാലും നിങ്ങൾക്ക് വരും. അപ്പോൾ അടുത്തത് അർ-റുസുലു. ആദ്യത്തെ നബി ആര്? ആദം നബി ഇസ്ലാം. 2 അൻബിയാ മുർസലുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. അവരാണ് അൻബിയാവുകൾ. 3 അവസാനം വന്ന നബിയുടെ പേരെന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 നബിമാർ എന്തിന് നിയോഗിക്കപ്പെട്ടു? അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിന് ജനങ്ങളെ പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി. 5 നബിമാരുടെ വിശേഷണങ്ങൾ എന്തെല്ലാം? ആൻസർ: അവർ ഒരു തെറ്റും ചെയ്യില്ല. സത്യം മാത്രം പറയൂ. നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്. പരമവിശ്വസ്തരുമാണ്. അടുത്തതെന്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി ആരാകുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശം ഏത്? ഹാഷിം. തങ്ങളെ അയക്കപ്പെട്ടു ആരിലേക്ക്? എല്ലാ സൃഷ്ടികളിലേക്കും. തങ്ങളുടെ പിതാവിൻ്റെ പേരെന്ത്? അബ്ദുള്ള. തങ്ങളുടെ മാതാവിൻ്റെ പേര് എന്ത്? ആമിന ബീവി. മാതാവ് മരിച്ചപ്പോൾ തങ്ങളുടെ വയസ്സ് എത്ര? 6 വയസ്സ്. എത്ര വയസ്സ് പൂർത്തിയായപ്പോഴാണ് നബി ആയത്? 40 വയസ്സ് പൂർത്തിയായപ്പോൾ. ഹിജ്റ പോയപ്പോൾ തങ്ങളുടെ വയസ്സ് എത്ര? ആൻസർ: 53. എത്രാം വയസ്സിലാണ് വഫാത്തായത്? 63-ാം വയസ്സായപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ? ആൻസർ: ആയിഷ ബീവി. അടുത്തത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും വരുന്നതാണ്. നബിയുടെ പിതാവും നബിയുടെ ഭാര്യയും നബിയുടെ മാതാവും എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരണം. അപ്പോൾ അത് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് ഓർമ്മാക്കിയിട്ട് വെക്കാം. അടുത്തത് അൽ യൗമുൽ ആഖിർ. ലോകം നശിക്കും എപ്പോൾ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂര്യൽ ഒന്നാമത്തെ ഊതുമ്പോഴാണ് ലോകം നശിക്കുക. 2 എല്ലാവരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. എന്തിന്? വിചാരണ ചെയ്യാൻ വേണ്ടി. 3 സ്വർഗത്തിൽ താമസിപ്പിക്കും ആര്? സജ്ജനങ്ങളെ. 4 നരകത്തിൽ ഇടും ആര്? ആൻസർ: ദുർജനങ്ങളെ. 5 ഖിയാമത്ത് നാളെ എന്ന് പറയുന്നു ഏതിനെ? ആൻസർ: ഈ ലോകം നശിക്കുന്ന നാളിനെ ഖിയാമത്ത് നാളെ എന്ന് പറയുന്നു.
6. ഇസ്രാഫിൽ രണ്ടാമത് സൂര്യയിൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ, മരിച്ചവരെല്ലാം ജീവിച്ച് എഴുന്നേൽക്കും. അപ്പോൾ അടുത്ത പാഠത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് ലാസ്റ്റ് പാഠമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഉപകാരപ്പെട്ട വീഡിയോ ആണ്, ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കണം. അടുത്ത പാഠം ഏതാണ്? നമുക്ക് അടുത്ത പാഠത്തിലേക്ക് നേരെ കടക്കാം. ഇൻഷാ അല്ലാഹ്. എന്താണ് ഖദർ? നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ്. ഇതിന് ഖദർ എന്ന് പറയുന്നു. 2. നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം എന്ത് കൂടി പറയണം? ഇൻഷാ അല്ലാഹ്. ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക് ഖലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.